എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 2 ശ്ലോകം 4, 5, 6, 7 4 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് ക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണ നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ സുദേവായ. ഏകദാ പ്രാവിശൽ ഗോഷ്ഠം ശാർദൂലോ നിശിവർഷതി ശയാനാഗാവ ഉത്ഥായ ഭീതാസ്താ ബഭ്രമുർവ്രജേ. ഏകദാ ഒരു നാൾ നിശി വർഷതി രാത്രിയിൽ വർഷമുണ്ടായിരുന്നപ്പോ ശാർദൂല പുലി ഗോഷ്ഠം പ്രാവിശൽ തൊഴുത്തിൽ പ്രവേശിച്ചു. ശയാനാ താഗാവ ശയിച്ചിരുന്ന ആ ഗോക്കൾ ഭീതാ ഉത്ഥായ ഭീതകളായി എഴുന്നേറ്റിട്ട് വ്രജേ ബഭ്രമു വ്രജത്തിൽ അങ്ങുമിങ്ങും ഓടി. അപ്പൊ ഈ പ്രശസ്ത്രനെ ഗോക്കളെ മേയ്ക്കാനായിട്ടാണല്ലോ ഗുരു നിയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രി നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു പുലി തൊഴുത്തിൽ പ്രവേശിച്ചു. പുലിയെ കണ്ടപ്പോ കിടന്നിരുന്ന പശുക്കളൊക്കെ ഭയപ്പെട്ട് എഴുന്നേറ്റ് 4 പാടും പാഞ്ഞു നടന്നു. ഏകാം ജഗ്രാഹ ബലവാൻ സാ ചുക്രോശ ഭയാതുരാ തസ്യാസ്തൽ ക്രന്ദിതം ശ്രുത്വാ വൃഷധ്ര അഭിസസാരഃ. ബലവാൻ ബലമേറിയ പുലി ഏകാം ജഗ്രാഹ ഒന്നിനെ പിടിച്ചു. ഭയാതുരാ സാ പേടിച്ചു ദുഃഖിച്ച ആ ഗോവ് ചുക്രോശ ക്രോശിച്ചു. തസ്യ അതിന്റെ തം ക്രന്ദിതം ശ്രുത്വ ആ കരച്ചിൽ കേട്ട് വൃഷധ്രൻ അഭിസസാരഃ സമീപത്തേക്ക് ചെന്നു. ബലവാനായിട്ടുള്ള ആ പുലി ഒരു പശുവിനെ അങ്ങോട്ട് പിടിച്ചു. അത് ഭയപ്പെട്ട് ഉറക്കാൻ നിലവിളിച്ചു. കരച്ചിൽ കേട്ട് വൃഷധ്രൻ ഓടി വന്നു. അപ്പോഴാണ് ഒരു പശുവിനെ പുലി പിടിച്ചിരിക്കുന്നു. ഖഡ്ഗമാദായ സരസ പ്രലീനോടുഗണേ നിശി അജാനന്നഹനൽ ബഭ്രോ ശിര ശാർദൂല ശംഖയാ. തരസാ ഖഡ്ഗമാദായ ഉടനെ ഖഡ്ഗമെടുത്ത് നിശിപ്രലീനോ ഓടുകണേ രാത്രിയിൽ നക്ഷത്രഗണം ലയിച്ചിരിക്കുമ്പോൾ അജാനൻ അറിയാതെ ബഭ്രോ ശിര കപിലയായ ഗോവിന്റെ ശിരസിനെ ശാർദൂല ശങ്കയ ശാർദൂലം എന്ന ശങ്ക നിമിത്തം അഹനൽ ഹനിച്ചു. രാത്രി സമയം കൂരിരുട്ട്, അതില് വിശേഷിച്ച് നക്ഷത്രങ്ങളുടെ പ്രകാശം കൂടി ഇല്ല. തിരിച്ചറിയാൻ കഴിയണ്ടേ പാവം വൃഷധ്രന്. അതുകൊണ്ട് പുലിയെയാണ് കൊല്ലണേന്ന് വിചാരിച്ചിട്ട് ആ വാളെടുത്ത് പിടിച്ച് ആ പശുവിനെ കൊന്നത്. പാവം മനസ്സിലായില്ല ഇരുട്ടത്ത്. പുലിയാണ് വെട്ടണേന്നാണ് വിചാരിച്ചിട്ട് പശുവിന്റെ ശിരസ്സംഗ മുറിച്ചു. വ്യാഘ്രോപി വൃക്ണശ്രവണോ നിസ്ത്രിംശാഗ്രാഹതസ്തത നിശ്ചക്രാമഭൃശം ഭീതോ രക്തം പതി സംസൃജൻ. നിസ്ത്രിംശാഗ്രാഹത നിസ്ത്രിംശത്തിന്റെ അതായത് വാളിന്റെ അഗ്രത്താൽ ആഹനിക്കപ്പെട്ട വ്യാഘ്ര അഭി വ്യാഘ്രവും വൃക്ണശ്രവണ മുറിഞ്ഞ കാതോടുകൂടിയതായിട്ട് വൃഷം ഭീത ഏറ്റവും ഭയപ്പെട്ട് രക്തം പതി സംസൃജൻ രക്തത്തെ വഴിയിൽ ഒലിപ്പിച്ചും കൊണ്ട് തഥ നിശ്ചക്രാം അതിൽ നിന്ന് നിഷ്ക്രമിച്ചു. അങ്ങനെ വാളിന്റെ അഗ്രം കൊണ്ട് വ്യാഘ്രത്തിന്റെ കാത് മുറപ്പെട്ടു. ആ പുലിയുടെ കാത് മാത്രമേ മുറിഞ്ഞുള്ളൂ. അപ്പൊ ആ പുലി ഏറ്റവും ഭയത്തോടുകൂടി അവിടെ നിന്ന് പാഞ്ഞു പോകുമ്പോ വഴിയിലിങ്ങനെ രക്തം ഒഴുകിയിരുന്നു. പുലി പോണ വഴി മുഴുവൻ ആ രക്തം ഒഴിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ വൃഷധ്രൻ അറിഞ്ഞില്ല പശുവിനെയാണ് കൊന്നതെന്ന്. ബാക്കിയുള്ള ശ്ലോകം നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.